ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ശബരിമല സ്വർണ്ണ കേസിൽ നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേൾക്കാം. ഞങ്ങളുടെ ഈ നാടകം കണ്ടോ? കൊട്ടാരക്കരയും പത്തനാപുരം ഒന്നും പറയണ്ട. 6 മണിക്ക് എത്തിയത് അവിടെ. ചോദിച്ചോ. UDF വൻപിച്ച വിജയപ്രതീക്ഷയാണ്. UDF വൻപിച്ച വിജയപ്രതീക്ഷയാണ്. എല്ലായിടത്തും വളരെ ആവേശകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഏതൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്? ജനങ്ങളുടെ ഒരു പ്രധാനമായും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ, 1 വിലക്കയറ്റമാണ്, 2 തൊഴിലില്ലായ്മയാണ്, 3 വികസനമില്ലായ്മയാണ്. അതോടൊപ്പം തന്നെ ശബരിമല തീർച്ചയായും ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന ഒരു വിഷയമാണ്. അപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞാൻ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് SITക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനം, എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വലിയ 500 മുതൽ 1000 കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന് വിലയല്ല ആന്റിക്സ് ആകുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ. സുഭാഷ് കപൂർ ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു. അപ്പോൾ ഇത് വലിയ ഒരു അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണ്ണ മൂടിച്ചുകൊണ്ട് പോയതല്ല. ഗൂഢാലോചനയും അന്തർദേശീയ ആന്റിക് സ്മഗ്ലേഴ്സും ഇതിന്റെ പിന്നിലുണ്ട്. അത് എന്നോടൊരാൾ പറഞ്ഞതാണ്. ആ പറഞ്ഞ ആള് എന്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. SIT എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ശബരിമല സ്വർണ്ണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാന വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ആ വ്യക്തിയുടെ കയ്യിൽ തെളിവുകളുണ്ട്. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് പങ്കുണ്ട്. SIT ആവശ്യപ്പെട്ടാൽ ആ തെളിവുകൾ കൈമാറാം എന്നുള്ളതാണ് ചെന്നിത്തല പറയുന്നത്.